കത്തിച്ചു വിടറാ, ഒരു നേർക്കാക്കാനെ പൊരിക്കാനുള്ളതാ. ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊരു ജിമ്മിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇതുവരെ അറിയിക്കുന്നത്. എണ്ണ കണ്ടാലൊരു ചേട്ടന്റെ ഒരു കട്ടുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളടുത്ത് കുറെ പേരാണല്ലോ എല്ലാരും പറഞ്ഞു അത് ഇവിടുന്ന് കിട്ടി ഈ ജയസൂര്യയുടെ അനിയൻ വല്ലാണോന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത്. ശരിക്കും CAD മൂസിയാണ് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. കാരണം പിടിച്ചോണ്ട് ആ കൊച്ചിൻ കനീസ് ആരായിരുന്നു? ആണല്ലേ, ആ കറക്റ്റ് ആയിരുന്നു. ഡയറക്ടറുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആള് നല്ല രീതിയിൽ എല്ലാം കാസ്റ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് സെറ്റ് ആക്കും, എല്ലാ പരിപാടിയും കഴിയും. ബാക്കിയുള്ളവരൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അന്ന് ലാസ്റ്റ് ആ മെയിൻ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിന് എത്ര രൂപ ആയിട്ടുണ്ടെന്നുള്ളത്. അത് ഞാൻ പുറത്തു വിടാത്ത രഹസ്യമാണ്. അങ്ങനെ എന്തൊക്കെയാണ് ഹരിച്ചേട്ടൻ പുള്ളിയോട് ഞങ്ങളൊരു ഹെൽപ്പ് വെച്ചൊരു വണ്ടിയുടെ കേസൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് പൊക്കി കൊണ്ടുവന്നത്. അത്ര നാളെ ഞങ്ങളെ വേറെ ആർക്കും അറിയില്ലായിരുന്നു, ഞങ്ങൾ വലിയ സെറ്റപ്പ് അല്ലായിരുന്നു. ഡോക്ടർ ഞങ്ങൾ ഡോക്ടറെ വിളിക്കണേ ഹരിച്ചേട്ടൻ ഞങ്ങളുടെ ഒരു നട്ടെന്ന് പറയാം. പക്ഷെ അതിന്റെ ഒരു ഫണ്ണില് അതിന്റെ ഒരു സീരിയസ്നെസ്സില് ഞങ്ങൾ എല്ലാവരും അത് ചെയ്തെടുത്തു. പക്ഷെ അതിന്റെ എല്ലാത്തിനും കഴിവ് ഡയറക്ടറിന്റെ ആണ്. ഹലോ ഹായ് നമസ്കാരം, ഏവർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻഫ്രീ മീഡിയയിൽ നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത് ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് കേട്ടോ. സിനിമാറ്റിക് സ്ക്വാഡ് എന്ന ടീമാണ് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു ഇൻഫ്രീ മീഡിയ. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമോ? വിഷ്ണു, ഞാനിപ്പോ ഏവിയേഷൻ പഠിച്ച് കഴിഞ്ഞ് റീലൊക്കെ എടുത്തിട്ട് നടക്കുന്നു. ഒരു ഹരി കുറുമ്പുടിയിലൊരു കരാട്ട സ്ഥാപനം നടത്തുന്നു. എന്റെ പേര് കിരൺ, ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പൊ കണ്ണിൽ കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് പ്രദീപ്, ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ്, പിന്നെ ഒരു ജിമ്മ് നടത്തുന്നു. എൻ്റെ പേര് അമൽ, ഞാൻ ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിച്ചിട്ട് ഒരു വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്നു സൂപ്പർവൈസറായിട്ട്. പിന്നെ ഇങ്ങനെ സൺഡേ ദിവസങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ. എൻ്റെ പേര് അഭിനവ്, ഞാൻ ടെക്നോളജി ഓഫീസിൽ വർക്ക് ചെയ്യണം, റീപർ എഞ്ചിനീയറായിട്ട്. എൻ്റെ പേര് നിജിൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ ഒരു കോട്ടസ്റ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഇവരുടെ കൂടെ റീലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ പേര് അരവിന്ദ്, ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ഉണ്ട് അച്ഛൻ്റെ ഒപ്പം, ഫിനാൻസ് ആണ്. പിന്നെ നമുക്ക് പാഷൻ പുറത്ത് ഞാൻ പഠിച്ച് ഫോട്ടോഗ്രാഫിയാണ്, അതിന് പുറത്ത് റീലൊക്കെ ആയിട്ട് നടക്കും. അതെ, ഈ റീൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും തിരിച്ചറിയുന്നത് ആട് 3 റീക്രിയേഷൻ വീഡിയോയിലൂടെയാണ് അല്ലെ? എങ്ങനെയാ ആ ഒരു വീഡിയോയിലേക്ക് എത്തിയത്? നമ്മുടെ വീഡിയോന്റെ മെയിൻ പ്രൊഡ്യൂസർ ആളാണ്, സോറി ഡയറക്ടർ ആളാണ്. നമ്മുടെ സ്റ്റോറി ബിഹൈൻഡ് ദ സീൻ എവരിത്തിങ് പുള്ളിയാണ്. എഡിറ്റിംഗ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് പാഷൻ ആണോ അതോ അങ്ങനെയാണോ എന്നത്? ആദ്യം തന്നെ പറയുന്നത് നിങ്ങളുടെ ഒരു ടീമിനെ കുറിച്ചാണ് കേട്ടോ. നിങ്ങളുടെ ടീം എങ്ങനെയാന്ന് ക്രിയേറ്റ് ചെയ്തത്? ഞാൻ ഫസ്റ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ. ഫസ്റ്റ് ഉണ്ടായിരുന്നത് രണ്ടുപേരാണ്. അപ്പൊ നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇൻകോസ്റ്റ് ഹൗസ് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞ് തുടങ്ങിയാണ് മാർക്കോ റീക്രിയേറ്റ് ചെയ്ത്. അപ്പൊ അവിടെ അപ്പോഴും മരൊക്കെ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അപ്പൊ വലിയ ടീമൊന്നുമില്ല. അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് ഹരിച്ചേട്ടൻ പുള്ളിയോട് ഞങ്ങളൊരു ഹെൽപ്പ് വെച്ചൊരു വണ്ടിയുടെ കേസൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് പൊക്കി കൊണ്ടുവന്നത്. അത്ര നാളെ ഞങ്ങളെ വേറെ ആർക്കും അറിയില്ലായിരുന്നു, ഞങ്ങൾ വലിയ സെറ്റപ്പ് അല്ലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞങ്ങള് പിന്നെ തുടങ്ങി. പിന്നെ പുള്ളി മാക്സിമം ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്ന് പയ്യെ പയ്യെ ഞങ്ങൾ CAD മൂസ് ചെയ്തു. അപ്പോഴും പുള്ളി ഫണ്ട് ഇറക്കി കുറെ ഹെൽപ്പ് ചെയ്തു തന്നു. അങ്ങനെയാണ് ആ ടീം ബിൽഡായി. പിന്നെ ഇവരെല്ലാരും നമ്മള് ആട് 3ലേക്ക് എത്തിയപ്പോ ഫുൾ നമ്മുടെ ഡോക്ടറാണ് അതിന്റെ പ്രൊഡ്യൂസർ. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ ഏറ്റവും ഹിറ്റ് അടിച്ച വീഡിയോ ഏതായിരിക്കും? ഇവിടെ അത്യാവശ്യം ആട് 3 ഉണ്ട്, അതായത് CD മൂസ ഉണ്ട്, ലിയോ. നന്നായിരുന്നു അല്ലേ? മേക്കിംഗ് ഒക്കെ നല്ല, നമുക്ക് കോസ്റ്റ്യൂം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് ആണ്. അത്
എന്താ പറയാ ഒരു നൈറ്റ് ഒരു 3 മണി 4 മണി വരെ നമ്മൾ ഇതിന്റെ പുറകെ നിന്ന് എല്ലാം നിന്നിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഇത്രയും റിസ്ക് പിടിച്ച കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് ഒറിജിനൽ വീഡിയോ അതിന്റെ മുകളിൽ റീക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പോ ഏതാണ് ഒറിജിനൽ നമുക്ക് തോന്നിപ്പോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചേട്ടൻ എനിക്ക് അയച്ചു തന്ന വീഡിയോയില് ഞാൻ ഇതിൽ ഏത് ഒറിജിനൽ ജയസൂര്യ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതില് ജയസൂര്യ തന്നെ ജയസൂര്യ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ അത്രയും എങ്ങനെ ഉൾക്കൊണ്ട് ചെയ്തേ? അത് നമ്മള് ഉൾക്കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാല് ആദ്യം വന്നത് മാർക്കോലാണ്. നമ്മളെ നമ്മുടെ വിഷ്ണു വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് ഇനി കയറി പോന്നതാ. അങ്ങനെ പറഞ്ഞു അങ്ങനെ നമുക്കൊരു R3 ഒരു ഇത് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കയറി പോന്നു. അപ്പോഴും ലിയോ ചെയ്തായിരുന്നു. ലിയോയിലെ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അത് ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു ആള് ചെയ്തത്. നമുക്ക് ഓഡിയൻസിൽ നിന്നായാലും നല്ലൊരു റിവ്യൂ ആണ് അതിൽ നിന്ന് കിട്ടിയത്. ഇപ്പൊ ആ ഒരു ക്യാരക്ടർ കൈ കിട്ടിയപ്പോ ഇത്രത്തോളം ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. എന്താ തോന്നി? ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് കയറിയൊന്നുമല്ല. അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അപ്പോ വിഷ്ണു ഓരോന്നും ഇങ്ങനെ കമന്റ് കേൾപ്പിക്കും. ഞാനും ഒന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ ഈ പറഞ്ഞ 3 പടവും കണ്ടിട്ടില്ല. നമ്മള് പറയുന്ന വിഷ്ണു പറയും ആള് ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് വീഡിയോ. അതായത് ചേട്ടൻ ഒരു ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾ ചേട്ടനെ വിളിക്കും. ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പം ആൾക്കൊരു സീനൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മാക്സിമം ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൾ എഫോർട്ട് എടുക്കും. അത് കറക്റ്റ് ആണോ? അപ്പൊ ദാറ്റ് മീൻസ് നല്ലൊരു ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അതിന്റെ ഏറ്റവും വലിയൊരു ബെസ്റ്റ് ആണ് നമ്മുടെ ജയേട്ടൻ വന്ന് കമന്റ് ഇട്ടത് അല്ലെ? എന്താ അപ്പൊ തോന്നിയിട്ടുണ്ടായിരുന്നത്? ജസ്റ്റ് കമന്റ്. അതിന്റെ കൂടുതലായിട്ട് എനിക്കൊന്നും തോന്നില്ല. പക്ഷെ ചേട്ടാ അതൊരു വെറും കമന്റ് ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു റിവാർഡ് കിട്ടിയ ഒരു അവസ്ഥയാണ്. ആള് നല്ലോണം കഷ്ടപ്പെട്ടു. ലൊക്കേഷനിലാണ് എല്ലാരും ഫുഡ് കഴിച്ചിട്ട് ആ ബ്രേക്കിൽ റെസ്റ്റ് എടുക്കുമ്പോൾ ആള് വീഡിയോക്ക് അവിടെ മാറി പഠിക്കുക. വണ്ടിക്കകത്തിരിക്കും. ഇപ്പൊ ഞങ്ങള് നല്ല വെയിലുള്ള സമയത്തായിരുന്നു ഷൂട്ടിങ്സ് ഒക്കെ നടന്നത്. ഞങ്ങൾക്ക് വണ്ടിക്കകത്തിരിക്കുമ്പോഴും ആളത് ശരിക്കും അത് നോക്കിയിട്ടാണ് ഫ്രണ്ടിലേക്ക് പോവുക. ടൈം കളയാണ്ട് മാക്സിമം ഷോർട്സ് കട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അത് പ്രൊഡക്ടിവിറ്റിയിലേക്ക് ആക്കി ആള് മാറുക. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ ആ സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ വീഡിയോ പോലെ തന്നെയാണ്. അപ്പൊ അതിന്റെ ബാക്കിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെയായിരുന്നു CD മൂസ അല്ലെ? CD മൂസയുടെ ഒരു ഐഡിയ ചേട്ടൻ തന്നെയായിരുന്നു അതോ? വൈറലാവുന്ന നമുക്ക് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ തുടങ്ങി. അങ്ങനെയൊക്കെ എല്ലാവരും ഇവര് മാത്രമല്ല അതിനകത്ത് വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. ചെയ്തു അതങ്ങനെ മില്യൻസ് അടിച്ചു. അതെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ആദ്യമേ നമ്മളിങ്ങനെ റീൽസ് ഒക്കെ ചെയ്യാമെന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എന്താ പലരും നമ്മളെ അതൊക്കെ ചെയ്യണോ, നിനക്ക് പാഷൻ അങ്ങനെ പോണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്തിരുമ്പോ ഇതിന്റെ പുറകില് കുറെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പോയി തുടങ്ങിയ ടൈമില് എല്ലാവരുടെയും പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഡാൻസിന് ചേട്ടമ്പള്ളി ഡാൻസാണ് പ്രോഗ്രാമിനൊക്കെ പോയി ആ കിട്ടുന്ന പൈസ ഞാൻ കൂട്ടി വെച്ചാണ് ആദ്യം എടുത്തോണ്ടിരുന്നത്. ഫണ്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഹരിച്ചേണ്ടായിട്ട് കോണ്ടാക്ട് വന്നേ. പിന്നെ പുള്ളിയും കുറെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കയറി വന്നേ. പിന്നെ നമ്മള് ലാസ്റ്റ് ഡോക്ടറിൽ എത്തി നിൽക്കുന്നു. നമ്മളെ വലിയ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടി നമുക്ക് ഇരിക്കുകയാണ് നമ്മളെ ഓൾ ഇൻ ഓൾ ആയിട്ട്. നിങ്ങൾ എല്ലാവരും അഭിനയം മനസ്സിൽ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരായിരുന്നോ? എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും ചുമ്മാ വീട്ടിൽ എനിക്ക് ചേച്ചിയോളാം. അപ്പൊ ചേച്ചിയുടെ കൂടെ ചുമ്മാ ചേച്ചിയോട് ഇങ്ങനെ ഗ്യാപ്പിലൊക്കെ ഒരു റീൽ എടുത്തിട്ട് വരുമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വെറുതെ ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യില്ലെങ്കിലും വെറുതെ ഇങ്ങനെ കൂടുതലാണ് ചെയ്തിരിക്കുക. അങ്ങനെ ആഗ്രഹമുള്ളായിരുന്നു. അപ്പോ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവരെ പരിചയപ്പെടുന്നത്, വിഷ്ണുവിനെ പരിചയപ്പെടുന്നത്. അപ്പൊ ഇവര് റീൽ ഇങ്ങനെ താല്പര്യം ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ വന്ന് പിന്നെ അവരോട് കൂടിയതാ. പിന്നെ ഏത് ഞായറാഴ്ച ഉണ്ടെങ്കിലും ഇറങ്ങുക, റീൽ എടുക്കാം, പറയാ, എല്ലാത്തിനും കൂടെ എല്ലാം ചെയ്യും. അതെ, ഡ്യൂഡിനെ എല്ലാരും ഏറ്റെടുത്തില്ല. എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂഡ് ഞാൻ എല്ലാവർക്കും ആവായിരുന്നു. ആദ്യം വേറെ ആളെ നോക്കിക്കൊണ്ടിരുന്നു നമ്മള്. കറക്റ്റ് അതേ ലുക്കുള്ള ഒരാളെ കിട്ടും. പിന്നെ അങ്ങനെ അപ്പൊ വിഷ്ണു തന്നെ പറഞ്ഞേ ഇപ്പൊ ഒന്നും നോക്കണ്ട, അമലങ്ങ് ചെയ്യും. ആ ഒരു വിശ്വാസം. പുള്ളി അങ്ങനെ അഭിനയിക്കും, അഭിനയത്തിൽ പിടിക്കും. നമുക്ക് ക്യാരക്ടർ ആ ഒരു ഷേപ്പിൽ കിട്ടിയില്ലെങ്കിലും
അഭിനയിച്ച് പിടിക്കാൻ നമുക്ക് കോൺഫിഡൻസ് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല അങ്ങനെ പറ്റും. എന്തെങ്കിലും ഡ്യൂട്ട് സാറിന്റെ എന്തെങ്കിലും ഒരു സാധനം? അല്ല എനിക്ക് ആ ബ്ലഡി ഗ്രാമവാസി ആ ഡയലോഗ് എന്ന് പറയാമോ? ഡയലോഗ് അങ്ങനെ അങ്ങനെ ഇഷ്ടമല്ല. എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് ക്യാമറ ഷെയ്യാണോ? അങ്ങനെയല്ല, ഞാനിപ്പോ ചെയ്യാണെങ്കിലും ഓഡിയോ ഇട്ട് കഴിഞ്ഞാലും ഞാൻ പുറത്തേക്ക് ശബ്ദം വരില്ല. എന്നാ ഓടി ഞാൻ തരാം. ഓഡിയോ ഇട്ടാ ചെയ്യാം. ആ, ചെയ്യും. Okay. ഏതാ വേണ്ടത്? ഒരാഴ്ച സ്പീഡ് ചേസ് തുടങ്ങാൻ പോകുമ്പോഴാണ് സ്റ്റോപ്പ് ചോപ്പർ കളഞ്ഞിട്ട് വരുന്നത്. എനിക്ക് വേറൊരു സാധനം ചെയ്യണം. മറ്റേ ആട് 3-ലെ അബുവും ഡ്യൂഡും കൂടി അത് സൂപ്പറാണ്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും കൈകാര്യമുള്ളതും ആ സീനാണ്. അത് നമുക്ക് ആ ഒരു സാധനം കൂടി ചെയ്താലോ? തുടങ്ങിയോ? അതവനറിയില്ല. വിഷം കൊണ്ട് കരയോ? അല്ല, കൊഞ്ഞിനെ കുത്തുവാ. സൈഡ് വരും. അതാണ് മെയിൻ. ഓക്കെ, അപ്പൊ ഈ ലൊക്കേഷനിൽ എങ്ങനെ ഇതുപോലത്തെ അടിപൊളി കോമഡി സംഭവങ്ങളൊക്കെ നടക്കില്ലേ? അതൊക്കെ എങ്ങനെയാ എക്സ്പീരിയൻസ് ഒക്കെ? അല്ല, അങ്ങനെയല്ല. ബേസിക്കലി ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊരു ജിമ്മിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇതുവരെ എത്തിയേക്കുന്ന അറിയില്ല. ഞങ്ങളെല്ലാവരും പല പല പ്രൊഫഷണൽ ഉള്ളവരാണ്. പക്ഷെ ഞങ്ങൾ രാവിലെ ഒരു 5:30 മുതൽ 7 മണി വരുന്ന ഒരു മോർണിംഗ് രാവിലെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വരുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരും അത്. അപ്പോ അതെ, ഒരാൾ മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഞങ്ങൾ ഒരേ ടൈമിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു ബോണ്ടേജ് ക്രിയേറ്റ് ചെയ്തത്. അത് പെട്ടെന്ന് വന്നതല്ല. വർഷങ്ങളായിട്ട് ഫേസ് ടു ഫേസ് കാണുന്നു, ഇവരുടെ പഴയ വീഡിയോസ് കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്നു. ഹരീനൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പം പോലെ അറിയാവുന്നതല്ല. അപ്പോ പല സാധനങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും കണക്റ്റഡ് ആണ്. ഡെയിലി ഇപ്പൊ റീല് മാത്രമല്ല, ഡെയിലി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ഒന്നിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഷൂട്ട് ആണെന്നുള്ളൊരു സീരിയസ്നെസ് ഉണ്ടെങ്കിൽ കൂടി അത് കുറച്ച് ഫണ്ണായിരുന്നു. ദാറ്റ് മീൻസ് നമ്മള് ക്യാമറയുടെ മുന്നിൽ നിന്ന് കാണിക്കാൻ പറയുന്നു, നമ്മൾ ചെയ്യുന്നു. പോരായ്മ ഉണ്ടെങ്കിൽ കറക്റ്റ് ഇവരെല്ലാവരും ഓരോരുത്തരും പേഴ്സണലി ഇവരെല്ലാവരും ഓപ്പോസിറ്റ് വന്നു നിന്നിട്ട് അത് കുറച്ചും കൂടെ നല്ല രീതിയിലാക്കണം, ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങളുടെ ആ ഒരു സീൻ എടുത്തത് എല്ലാവരും കൂടെ നിന്നിട്ടാണ് ചെയ്തത്. അത് നല്ല വെയിലത്ത്, ഏകദേശം ഒരു 12 മണി സമയത്ത്, നല്ല വെയിലത്ത് തൊടുപുഴയിൽ അതുപോലെ നല്ല ഒരു സമയത്താകുമ്പോഴേക്ക് എടുത്തത്. അപ്പൊ പക്ഷെ അതിന്റെ ഒരു ഫണ്ണില്, അതിന്റെ ഒരു സീരിയസ്നെസ്സിൽ ഞങ്ങൾ എല്ലാവരും അത് ചെയ്തെടുത്തു. പക്ഷെ അതിന്റെ എല്ലാത്തിനും കഴിവ് ഡൂഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഡൂഡിന് വെള്ളം പേടിയാണ്, ഹെലികോപ്റ്റർ തൂങ്ങി കിടക്കാൻ പേടിയാണ്, ഹൈറ്റ് പേടിയാണ്. പക്ഷെ അവന്റെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് അവനൊന്നും നോക്കിയില്ല, നേരെ വെള്ളത്തിൽ ചാടിയിട്ട് നേരെ കയറി വരുമായിരുന്നു. ബോട്ടിന് ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പൊ വെള്ളത്തിൽ ചാടുമ്പോ പിന്നെയും ഒന്നോടെ ഭയങ്കര എന്നാലും ഹാർനസോടെ ഉണ്ട്. അപ്പോ എന്നാലും ഇവര് പറഞ്ഞു ചാട് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ആഗ്രഹം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യാൻ എല്ലാവരുടെയും ഇടയിൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? തിരിച്ചറിയുന്നുണ്ടോ? ആണെങ്കിലും എല്ലായിടത്താണെങ്കിലും ഭയങ്കര ആദ്യമൊന്നും റീലൊന്നും റീച്ച് ആവുന്ന സമയത്തൊന്നും വലിയ സപ്പോർട്ടൊന്നും ആരും അങ്ങനെ പറയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊക്കെ വൈറലായി കഴിഞ്ഞപ്പോ എല്ലാരും ഭയങ്കര കൊള്ളാട്ട വീഡിയോ ഉണ്ടായിരുന്നു, കൊള്ളാട്ട അടുത്തപ്പോഴാ പിന്നെ ഇങ്ങോട്ട് ചാൻസ് ചോദിക്കും, എന്തിലൂടെ നമ്മളെ കൂടെ വിളിക്കണം കേട്ടോ, അങ്ങനെ പറയും. വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ സർവീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോ പറയും, ചേട്ടനെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പരിചയമില്ല ആളെ. പക്ഷെ ബേസിക്കലി ഇതിനെല്ലാം കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിയാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞങ്ങളുടെ ക്ലബിന്റെ പേര് അയൺ ലൈഫ് കുറുപ്പുംപടി ജിമ്മാണ്. നമുക്ക് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് പിന്നെ ഓരോതിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ
അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നത്. പിന്നെ ക്ലബിൽ വേറെ കുറെ പേരുണ്ട്, ഇതിന്റെ പിന്നിൽ കുറെ പേരുണ്ട്. എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ടിട്ടു. നമ്മള് ക്യാമറയിൽ വന്നവരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മളവിടെ ലൊക്കേഷനിൽ ഫുഡ് അറേഞ്ച് ചെയ്യാനാണെങ്കിൽ പോലും ജസ്റ്റ് ക്യാമറയുടെ ഫ്രണ്ട് വന്നില്ല എന്നുള്ളവര്, പക്ഷെ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. കുറെ പേരുണ്ട്. എല്ലാവരും അതായത് അവർക്കൊരു റോള് ഇതിനകത്ത് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും അവര് എല്ലാത്തിനും വേണ്ടി നിൽക്കും നമ്മളോടെ. അങ്ങനെയാണ്. ഇപ്പോ ചേട്ടൻ വഴിയാണ് ഇവരെല്ലാവരും ജിമ്മിൽ വന്നോണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്വാഡ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ചേട്ടന് എന്താ തോന്നുന്നത്? എന്താണ് ജിമ്മിന്റേതാണോ? അതല്ല, മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ വരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ എന്നുള്ളത് എന്ത് കാര്യത്തിനും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ ഒപ്പം ഉണ്ടാവും. ഇപ്പൊ ഇത് മാത്രമല്ല, ഏത് കാര്യമായാലും അങ്ങനൊരു കൂട്ടായ്മ ഇപ്പൊ ഒന്ന് വിളിച്ചാ ഓടി വരാനായിട്ട് എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അത് വളരെ നല്ല കാര്യത്തിലാണ് ഇപ്പൊ കുറുപ്പുംപടിയിൽ ഏകദേശം ഒരു 25 വർഷത്തിന് മേളില് ജിം ട്രെയിനർ ആയിട്ടുള്ള ഒരാളാണ്. മോർ ദാൻ 25 ഇയേഴ്സ്. ഹരിക്ക് ജിം ഉണ്ട് വേറെ. ഹരിയുടെ ഫാദറിന്റെ ആണ് ഫസ്റ്റ് ജിമ്മിൽ കുറുപ്പുംപടി. അപ്പം അവിടുത്തെ ട്രെയിനർ ആയിരുന്നു ചേട്ടൻ. അതിനുശേഷമാണ് ചേട്ടൻ വേറൊരു ജിം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്നാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആണ്. അതെ, ഒന്നല്ലെങ്കിൽ അടുത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫോൺ കോളും മതി, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നെ ബേസിക്കലി ഫീൽ പ്രൗഡ്. തീർച്ചയായിട്ടും അവസാനം ഇങ്ങനെ വന്നു. എല്ലാവരും കണക്റ്റഡ് ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്തല്ല ഇതൊന്നും ഇറങ്ങി തിരിച്ച്. പിന്നെ ഇവര് കയറി വന്നു കഴിയുമ്പോ നാളെ ഞങ്ങൾക്കൊരു പ്രൗഡാ. അപ്പോ നാളെ പറയാലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളാണെന്നുള്ളത്. അതാണ് ഇതിന്റെ പിറകിലെ ബേസിക്കലി ഒരു സിറ്റുവേഷൻ. ഇത് കാസ്റ്റിംഗ് ആരാ തീരുമാനിച്ചത്? ഞാനും അഭിനവ് അമല് ഞങ്ങളെ കൂടിയാണ് കാസ്റ്റിംഗ് നോക്കിയത്. പിന്നെ വേറെ കാര്യം പറഞ്ഞ ക്യാമറമാൻ, പിന്നെ ഒരാൾ വരാത്ത ഹെലിക്കാൻ ഉപയോഗിച്ചിട്ട് പുള്ളിയുണ്ട്, നിതീഷ്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അരവിന്ദായാലും നമ്മളിപ്പോ നമ്മൾ ഇന്നോട്ട് മറ്റേ ആദ്യം ചെയ്ത ആട് 2 അപ്പഴേ തൊട്ടുണ്ട്. ഈ ക്യാമറ സിമ്പിൾ വർക്കല്ല, നമ്മൾ ഈ ജിമ്മില് തന്നെ ഭയങ്കരമായിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഈ സാധനം പിടിച്ചോട്ട് രാവിലെ തൊട്ട് വൈകിട്ട് നിസ്സാര പരിപാടിയില്ല. എന്നെക്കാളും കൂടുതൽ കൂടുതൽ കഷ്ടപ്പെട്ടുണ്ടായിരിക്കും ഈ സാധനം. അപ്പൊ അരവിന്ദിനെ പറ്റി നമ്മള് അല്ലെ അങ്ങനെ നമ്മൾ അരവിന്ദിനെ പരിചയപ്പെട്ട നമ്മള് മാർക്ക് എടുത്തത് നമ്മൾ ഫോൺ ഉപയോഗിച്ച ആ ടൈമിലാണ് നമ്മള് അരവിന്ദിനെ പരിചയപ്പെട്ടത്. അവിടെ പിന്നെ നമ്മൾ കയറി വരാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവന്മാര് എല്ലാത്തിനും എന്നെ ഇപ്പൊ നിന്നേക്കണേ. ഞങ്ങളാണ് ഫസ്റ്റ് ആടിപ്പോ നമ്മൾ തുടങ്ങാൻ നേരത്ത് നമ്മൾ പോയി ലൊക്കേഷൻസ് ഒക്കെ നോക്കാൻ പോയിരുന്നു. അപ്പൊ ഞങ്ങൾ 3 പേരാണ് മെയിൻ ആയിട്ട് ലൊക്കേഷൻസ് പോയി നോക്കുന്നു. നമ്മള് പിന്നെ അക്ഷയ ഉണ്ടല്ലേ കണ്ണാപ്പി, കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് അക്ഷയ്, പിന്നെ പ്രജീഷ്, ലിജോ ചേട്ടൻ, ലജി, അതിനകത്ത് പിന്നെ നമ്മുടെ VFX ചെയ്തവൻ അർഷാദ്, അവിടെ ഹെലികോപ്റ്ററിന്റെ സീനൊക്കെ ചെയ്യാൻ ഫസ്റ്റ് പാർട്ട് കണ്ടുനോക്കിയാൽ സേതുലക്ഷ്മി, ഒത്തിരി ആൾക്കാരുണ്ട് പറയാനാണ്. പിന്നെ അതിന്റെ സൈഡിൽ കണ്ടൊരു ശരത്ത്, ഒന്നും ഫാമിലി മൊത്തം സപ്പോർട്ടാണ് ഇതിനകത്ത് അല്ലേ? ഓക്കെ, ഇപ്പൊ ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചേട്ടനെ കണ്ടാലൊരു ചേട്ടന്റെ ഒരു കട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇത് അഭിനയിച്ചാലും ഇത് തന്നെയാ. നമ്മളെ ലിയോയിൽ അഭിനയിച്ചിട്ടും സൂര്യ അർജുന്റെ സെയിം ലുക്ക്, കറക്റ്റ് ആ ഒരു ഫേസ് വരുന്നില്ലേ? എനിക്ക് ശരിക്കും തോന്നിയത് ആ ആട് കണ്ടപ്പോഴാണ്. താഴെ മുകളിൽ ഞാൻ 2 പ്രാവശ്യം ഇത് ഏത് ഒറിജിനൽ എന്നൊക്കെ അങ്ങനെ എന്താ തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും വലിയൊരു ഭാഗമായി കഴിഞ്ഞപ്പോ? അല്ല, നമുക്ക് എനിക്ക് കണ്ടിട്ടൊന്നും തോന്നില്ലെങ്കിലും ഇവർക്ക് ഭയങ്കരമായിട്ട് തോന്നും. ഞങ്ങളുടെ കുറെ പേരാണല്ലോ എല്ലാരും പറഞ്ഞു അത് ഇവിടുന്ന് കിട്ടി, ജയസൂര്യയുടെ അനിയൻ വല്ലാണെന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത്.
അങ്ങനെ പക്ക. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളെല്ലാവരും ആശാൻ ചേട്ടനാണ്. അതെ, ആശാനെന്ന് വിളിക്കാറ്. ആശാനെ ശീലായി. അതെ, ഓക്കെ. പറഞ്ഞോ അഭിനന്ദൻ. അല്ല ഞങ്ങളെല്ലാരും അങ്ങനെ ആശാൻ ഡോക്ടർ, ഞങ്ങൾ ഡോക്ടർ എന്ന് വിളിക്കണേ. ഹരിച്ചേട്ടൻ, ഹരിച്ചേട്ടൻ ഞങ്ങളുടെ ഒരു നട്ടലെന്ന് പറയാം ഞങ്ങളുടെയൊക്കെ. പിന്നെ ഞങ്ങള് നമ്മുടെ ഡോക്ടർ പുള്ളിയാണ് ഇപ്പൊ ഞങ്ങൾ ഇത്ര ബഡ്ജറ്റിലേക്ക് നമ്മൾ വിശ്വസിച്ച് ഫണ്ട് വലിയ കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് വലിയ പ്രായമൊന്നുമില്ല. ഞങ്ങൾ ഇത്ര ബഡ്ജറ്റ് ഒക്കെ എങ്ങനെ കാണാൻ പറ്റില്ല. അല്ല, അത് റീൽ എടുക്കുമ്പോൾ എല്ലാവരും ഒരു തമാശ പോലെയൊക്കെ കരുതും. സപ്പോർട്ട് ഒന്നും ഉണ്ടായില്ല. നമുക്ക് തന്നെ ഒരു ഇതായി ഓക്കെ ഇനി അടുത്തത് ചെയ്യാൻ പറ്റും. പക്ഷെ ആളുണ്ട് നമുക്ക് കൂടെ എല്ലാവരും ഉണ്ട്. പേര് പറയാത്ത കുറെ പേരുണ്ട് ഇതില്. നമുക്ക് എല്ലാവരും പേര് പറയാൻ പറ്റില്ല. പിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാര് അതും പറയണം. നമുക്ക് വേണ്ടി ഫാമിലി സപ്പോർട്ട്, ഓഫീസ് സപ്പോർട്ട്, ഇപ്പൊ നമ്മുടെ എല്ലാവരും സപ്പോർട്ട്, നമ്മുടെ ഫ്രണ്ട്സ് സപ്പോർട്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ വരെ എത്തിയേ. ഇനി എത്തും നമ്മള് ഇത് എല്ലാവരും ടീം ഉള്ളതുകൊണ്ട് നമ്മൾ എത്തും എന്തായാലും. പിന്നെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ടൊക്കെ. പിന്നെ ഹരിച്ചേണ്ണും മറ്റേ ഡോക്ടറും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇവര് ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നമ്മളൊരു ഇത് ഇപ്പൊ കോസ്റ്റ്യൂമാണെങ്കിലും ഷാജി ബാബന്റെ അത് ഇങ്ങനെ ഡോക്ടർ അടുത്താണെങ്കിലും പറയുമ്പോ നോക്കി നമ്മള് 8 വണ്ടി നമ്മള് യൂസ് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ, ഒറിജിനൽ ഹെലികോപ്റ്റർ. നമ്മൾ ജസ്റ്റ് പറയുള്ളൂ ഒരു താറ് വേണം, ഡോക്ടർ ഒരു വണ്ടി വേണം. വണ്ടിയുടെ ആവശ്യം വന്നാൽ അതിന് ആളവിടെ ഉണ്ട്. അപ്പൊ ഇത് മാത്രല്ല, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഇപ്പൊ ക്ലബിലായാലും പല വർക്കുകളും നടക്കണം. ഇതൊന്നും നമ്മൾ പുറമെ അന്വേഷിക്കണ്ട. എന്തെങ്കിലും അപ്പൊ തന്നെ ഒരു കൂട്ടായ്മ, ശരിക്കും ഒരു കൂട്ടായ്മ നമുക്ക് അവിടെ ഉണ്ട്. ശരിക്കും ഫാമിലി ബോണ്ട് പോലെ ആട്ടോ. ഇപ്പൊ എല്ലാ ദിവസവും വരുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അന്വേഷിക്കും എന്ത് പറ്റി. ആ ഒരു കണക്ഷൻ ഉണ്ട്. ഒരു ഫാമിലി ആയി. എത്ര നാളായപ്പോ നിങ്ങളൊരു കമ്പനി ആയിട്ട്? 2-3 വർഷം എന്തായാലും പേഴ്സണലി ഞങ്ങൾ കാണാറുണ്ട്. ആദ്യമേ കാണും, അങ്ങനെ പരിചയമില്ലല്ലോ. പിന്നെ പിന്നെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അങ്ങനെ എങ്ങനെ ചോദിക്കും, പറയും, അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ പിന്നെ വിഷ്ണു ചോദിക്കും നമുക്ക് ഇന്ന് ചെയ്താലോ, ഡോക്ടർ എന്നെ പറഞ്ഞു അല്ലെങ്കിൽ നിജിലെ നീ ഇതെടുത്തോ. പിന്നെ അങ്ങനെ അതിലേക്ക് പോവാണ്. അപ്പൊ ചെയ്താൽ ശരിയായില്ലെങ്കിൽ അപ്പൊ ചിലപ്പോ മാറ്റും. അങ്ങനെ ഓക്കെ, ക്യാമറമാൻ ഒന്നും പറയുന്നില്ല. ക്യാമറമാൻ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്കും കുറെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഞാൻ ആക്ച്വലി ഇവരെ കാണുന്നത്, വിഷ്ണുവിനെ കാണുന്ന ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ വാങ്ങി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴും വർക്കൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ കുറച്ച് ശോകം പിടിച്ച് നടക്കാറുന്നു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു മണാലി ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിനാണ് ഞാൻ ആദ്യം വിഷ്ണുവിനെ കാണുന്നതും ഇങ്ങനൊരു പ്ലാൻ ചെയ്യുന്നതും. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ആട് 2 എടുത്തു തുടങ്ങി. അത്യാവശ്യം നമ്മള് കേറി കാര്യത്തൊക്കെ നമുക്ക് ആ ഔട്ട് ചെറിയ പ്രശ്നം വന്നു. അതായത് ഇൻസ്റ്റയിൽ അത് ജസ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. എന്നാലും നമുക്ക് കുറെ സപ്പോർട്ടും കാര്യങ്ങളും വന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെടുത്തത് ഇൻഹൗസ് ഹൗസ് ആയിരുന്നു. അതും അത്യാവശ്യം നല്ല റിവ്യൂസ് കിട്ടി. അതിലാണ് കൂടുതലും റിവ്യൂസ് കയറിയത്. ഒരു 1 മില്യൺ കയറി. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് CID മൂസ ചെയ്യാന്ന് പറഞ്ഞാൽ. CID മൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുള്ളി അഭിനയിച്ചിട്ടുണ്ടായില്ലേ? പുള്ളിണ്ട് പുള്ളി ഒരു ബൈക്കിൽ ഒരു സീനുണ്ട്. CID മൂസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അത് നിന്ന് കഴിഞ്ഞ്, അതായത് ഇൻഗോസ്റ്റേഴ്സ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് പിടിക്കുന്നതാണ്. അത് കൂടുതലും നല്ല രീതിയിൽ കാശ് പഠിച്ചേക്കുന്നത് തന്നെയാണെന്ന് കൂടുതലും കാശ്. ആ വീഡിയോ എന്നാണ് പിന്നെ ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് രണ്ടുപേരും ഇറക്കാനും തുടങ്ങിയത്. അങ്ങനെ ശരിക്കും CID മൂസയാണ് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയത്. കാരണം ഹരിച്ചായാലും നല്ല സപ്പോർട്ട്.
നമ്മൾ ദിലീപിനെ കൊണ്ടേ കാണിച്ചത്. ഞങ്ങൾ രണ്ടുപേരും പോയ എന്താ പറഞ്ഞപ്പോ അത് കാണാനുള്ളൊരു മനസ്സ് പുള്ളി അത്രയും മിനിറ്റ് പുള്ളി അത് കണ്ടോണ്ടിരുന്നു. ഷൂട്ട് ഉണ്ടായിരുന്നു. പുള്ളി ഞങ്ങളെ ഹോട്ടലിലേക്ക് വിളിച്ച് പുള്ളി ഞങ്ങളുടെ 10 നേരം വീഡിയോ കണ്ട് എന്താ പറഞ്ഞു പുള്ളി? വളരെ ഇഷ്ടപ്പെട്ടു. ഇത്രയും നന്നായിട്ടുണ്ട്. അതെ, CD മൂസ കണ്ടു കഴിഞ്ഞപ്പോ കാറിന്റെ സീൻ ആയാലും ആ കൊച്ചിൻ ഹനീഫ് ആ ലോറി പിടിച്ചോണ്ട് ആ കൊച്ചിൻ ഹനീഫ് ആരായിരുന്നു? ആണല്ലേ? അത് കറക്റ്റ് ആയിരുന്നു പക്കാ കാസ്റ്റിംഗ് ആണ്. അഭിനയവും നല്ല രീതിയിലാണ്. പിന്നെ അതിനകത്ത് അർജുൻ ആരുടെ അർജുന? നമ്മുടെ ശ്രേയ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ അവളുടെ കസിന്റെ എങ്ങാണ്ട് അയ്യോടാ എവിടെയായിരുന്നു ലൊക്കേഷൻ? കോതലം ബൈപ്പാസില്. എനിക്ക് തോന്നി കണ്ടപ്പോ, ഞാൻ കോതലക്കാരി. അപ്പൊ അങ്ങനെ അത് എടുത്തപ്പോഴാണ് പിന്നെ അതങ്ങ് അന്യായ രീതിയിൽ റീച്ചായി. നമ്മള് ലിയോ എടുക്കാന്ന് വിചാരിച്ചു. ലിയോ എടുത്തപ്പോഴാണ് നമ്മള് പ്രതിഭനെ പിന്നെയും വിളിച്ച് അതിന് പകരം ഡോക്ടർ കയറി. ഡോക്ടറും മരിച്ചാലും കൂടി കുറെ കാർ ഇറക്കിയായിരുന്നു. ഒരു 10 കാർ യൂസ് ചെയ്തു. ഹെൽപ്പ് ചെയ്തു ഡോക്ടറും ഹരിച്ചായിരുന്നു. ഒരുപാട് കൂടെ വന്നു. അപ്പൊ അങ്ങനെ ഇറക്കിയപ്പോ ഡോക്ടറായിട്ട് പിന്നെ പരിചയം വന്നത്. അതിറക്കി അതങ്ങനെ നമുക്ക് റീച്ച് ഒന്നും കിട്ടിയില്ല. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടറെ അത് കഴിഞ്ഞ പിന്നെ CD മൂസ എടുത്തോളൂ. വേറെ പാർട്ട് നമ്മളൊരു അല്ലേ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആടെടുക്കാനുള്ള ഒരു ഇത് വന്നത്. ജസ്റ്റ് ഇവരോടൊക്കെ പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞപ്പോ പ്രൊഡ്യൂസ് ചെയ്തേക്കാം. നമ്മളത് ഡോക്ടറിന് കുറെ ഹെൽപ്പ് ചെയ്തു. നമ്മളിപ്പോ മെറ്റഡോർ അവര് യൂസ് ചെയ്യുന്ന ഒരു വാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് അത് ഷൂട്ടിന് ഉപയോഗിക്കണതല്ലേ എടുത്തോ. ചെറിയ എടുക്കാനാണ് എന്റെ മനസ്സിലായി. ഡയറക്ടർ അവന്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ അവന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് നന്നായിട്ട് അറിയാം. ആ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടില്ല. അപ്പോ പേഴ്സണലി അവൻ്റെ അടുത്ത് ചോദിക്കും, എടാ എമർജൻസി ആണോ? പറയും ചേട്ടാ അതുണ്ടെങ്കിൽ നന്നായിരിക്കും, നന്നായി എടുക്കാൻ പറയും. കാരണം അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അവന് കറക്റ്റ് ആയിട്ട് ഔട്ട് എടുത്തെങ്കിൽ മാത്രമാണ്. അങ്ങനെ വന്നോണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ചെറിയൊരു സാധനമാണെങ്കിൽ ഒരു പക്ഷെ അത് അവിടെ കൊണ്ടെങ്കിൽ തീർന്നു പോയാൽ ബാക്കി സപ്പോർട്ട് നമുക്ക് തരാം. എന്നിട്ട് പേഴ്സണലി പലരും ചോദിച്ചിട്ടുണ്ട് ഇതിന് എത്ര രൂപ ആയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ പുറത്തു വിടാത്ത രഹസ്യമാണ്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ആയിട്ടുണ്ട്. പ്രതീക്ഷയിലും കൂടിപ്പോയി. എൻഡ് ഓഫ് ദ ഡേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതെന്നാണെങ്കിലും നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത് കിടക്കുമല്ലോ. അത്രേ. അതാണ് ഇപ്പൊ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? പുറത്തിറങ്ങി കഴിഞ്ഞാല് ഒന്നും ഇല്ലാതിരിക്കാം. തിരിച്ചറിയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ CD മൂസയാണ് ആൾക്കാരെല്ലാരും കണ്ടേക്കുന്നത്. അത് കഴിഞ്ഞിപ്പോ ആളിന്റെ വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോ എല്ലാരും ആ ഒരു ബേസില് എല്ലാരും അറിയുന്നുണ്ട്. പിന്നെ എല്ലാരും വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഈ വീഡിയോസ് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് പ്രൊമോ പോലെ വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന വർക്കിനാണെങ്കിലും ഈ ഒരു ടീം മെമ്പർ മാത്രമല്ല, ഞങ്ങൾക്ക് ചുറ്റിനുള്ള എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. എല്ലാവരും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവർ ചെയ്യും. അങ്ങനെ എല്ലാവരും നല്ല രീതിക്ക് തന്നെയായിരുന്നു നിന്നിട്ടുള്ളത്. അതൊക്കെ തന്നെ ഈ ഒരു വീഡിയോക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ ഞങ്ങളിപ്പം ഓരോ വീഡിയോസ് ഇറക്കുമ്പോഴും അടുത്ത പാർട്ട് എപ്പോഴാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവര് എല്ലാരും ഇപ്പൊ കാണുമ്പോ തന്നെ ആണെങ്കിലും പറയും വീഡിയോ അടിപൊളിയായിരുന്നു, ജയസൂര്യ അബു ക്യാരക്ടേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു, നിങ്ങളുടെ കാസ്റ്റിംഗ് പക്കയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു ഇതിലേക്ക് എത്താൻ മെയിനായിട്ട് കാരണം എന്താ, ഞങ്ങളുടെ ഡോക്ടറും ഹരിചേട്ടനൊക്കെ തന്നെയാണ്. കാരണം ഇപ്പൊ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ഇപ്പൊ ഒരു എടാ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഔട്ട് ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോ ഡോക്ടറിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കും നല്ല രീതിയിൽ അവർ ഔട്ട് എടുക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും വിഷ്ണു എപ്പോഴും പറയും
നമ്മൾ ഈ സംഭവം ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഹൈ ആയിരിക്കും. ചാർജ് ആവും. അങ്ങനെയാണ് ഞങ്ങൾ ചാർജ് ആവുന്നത്. ചാർജായി അതാണ് ഞങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ എന്നത് നല്ല ഹൈ ബഡ്ജറ്റിലേക്ക് മാറിയത്. ലൊക്കേഷൻ നോക്കാൻ പോകുമ്പോഴേ ഞങ്ങളുടെ പറയും ഞങ്ങൾ പയ്യ തിരിച്ചു വെളുപ്പിന് 4 മണിക്ക് വന്ന് വണ്ടി എടുത്തോണ്ട് പോയി ഫുള്ള് കറങ്ങി രാത്രിയൊക്കെ അവിടെ വന്നെ. അത് ഒഫീഷ്യൽ വണ്ടി ആക്കിയത്. ജീപ്പ് പല സാധനങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പോവുകയും ചെയ്യാനോ. അന്നേരം പോകുമ്പോഴാണെങ്കിലും നമുക്കൊരു തിരിച്ചു പോയാലോ മതിയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അവൻ പറയും നമ്മളടുത്ത് പറയും ഇതിപ്പോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇത് അവൻ അപ്പോഴേ പറയും അത് ആ ഒരു ഇതുണ്ടാവും ബെനിഫിറ്റ് എനിക്ക് ഉറപ്പാന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷൻ തരും നമുക്ക്. അപ്പൊ നമ്മളത് മൊത്തം ഇറങ്ങി തിരിച്ച് തീർത്തിട്ടേ വരുള്ളൂ. അത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ ആരാ കണ്ടുപിടിക്കുന്നത്? ഇവര് 4 മണിക്ക് എനിക്ക് ഡെഡിക്കേഷൻ നോക്കണേ അല്ലേ? അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവരെ കുറച്ചും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ കാരണം സേലി മൂസയുടെ വീഡിയോ എടുത്തത് ഞങ്ങളുടെ പെരുമ്പാവൂരിന്റെ വീടിന്റെ താഴെയുള്ള ഒരു പാടത്തിങ്ങ. ഇതൊരു സൺഡേ ആണേ. അപ്പൊ ഞാൻ രാവിലെ ഒന്ന് ഡ്യൂട്ടിക്ക് പോവാ. അപ്പൊ ഞാനൊരു 8:30 ഒക്കെ പോയപ്പോ അവര് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ കാറിന്റെ ചേസിങ് സീൻ അവരെടുക്കുന്നത്. അവർ നീണ്ട ഒരു പാടമാണ്. ഇവരെല്ലാവരും വെയിലത്തുണ്ട്. ഞാനത് പോയിട്ട് 3 o'clock 3:30 ആയപ്പോ തിരിച്ച് ഡ്യൂട്ടി സൺഡേ തിരിച്ചു വന്നപ്പോഴും അവിടെ ഷൂട്ടിംഗ് നടക്കുക. അപ്പൊ ഞാൻ നിർത്തിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ കഴിഞ്ഞില്ലടാന്ന് ചോദിച്ചു. ചേട്ടാ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പിറ്റേ ദിവസം ചേട്ടനടുത്ത് പറഞ്ഞു ചേട്ടാ ഇമ്മാരവിടെ ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിട്ട് ആ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ഐഡന്റിഫൈ ചെയ്യുന്നത് കുറച്ചും കൂടെ. ആ ഡെഡിക്കേഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണുമ്പോൾ അറിയാലോ. അങ്ങനെയാണ് ഇവര് കുറച്ചും കൂടെ ഒരു ക്ലോസർ ആവാൻ കാരണം. നമുക്ക് റീസൺ ഡോക്ടർക്ക് എങ്ങനെയാ ഞാനും ഒന്ന് അഭിനയിക്കാൻ വരട്ടെ? ഫസ്റ്റ് ലിയോയിൽ ഇവര് വിളിച്ചു. ലിയോയില് കുറെ ഗുണ്ടാ പീസുകളുണ്ട്. ഇവന്റെ കൂടെ അങ്ങനെയാ കോമഡി അല്ല തോന്നുന്നത്. ഷൂട്ടിംഗ് വിളിച്ചപ്പോ ഞാൻ പറയാ ഗുണ്ടാ പീസ് ആണെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം എന്നൊക്കെ തമാശ പറയുമായിരുന്നു. അപ്പോഴാണ് വിളിക്കുന്നത്. എന്നിട്ട് അന്ന് എനിക്ക് ബാബുവാന്റെ റോള് വന്നു. എന്റെ ആകെ ചെറിയൊരു ഡയലോഗൊക്കെ ഉള്ളൂ. നടക്കുന്നോണ്ടേ ഇരിക്കാൻ നടത്തോടെ നടത്തം തന്നെയാണ്. അത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് വന്നപ്പോ പറഞ്ഞു ചേട്ടാ ചെയ്യാം നമ്മുടെ ശരിയാവുകയല്ല. കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു ഭയങ്കര രീതിയിലാണ് ചെയ്തേക്കുന്നത്. വീഡിയോ കണ്ടു നോക്കിയിട്ട് നമുക്ക് ശരിയല്ല ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചേക്കും. അതിനുശേഷം ആട് കൈ കെട്ടിയപ്പോ അബു ആണ് ക്യാരക്ടർ എന്താ തോന്നി? അല്ല അതും ഇവരെല്ലാം പറഞ്ഞു. നമ്മളത് ചെയ്ത് നോക്കി. എന്നിട്ടും ഔട്ട് എടുത്തതിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു അത് ശരിയാണോ? ബാക്കിയുള്ളവരെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലയോ? ഷേപ്പെല്ലാം മാറ്റി താടി പിടിച്ചാലോ റോളിന് വേണ്ടി വേണ്ടി പഠിച്ചു. എല്ലാരും ലുക്ക് മാറ്റി വന്നു. 1 മാസം 1.5 മാസം കണ്ട് ആ ലുക്കിലായിരുന്നു പ്രതിഭനായാലും. അതെന്നാണ്ടോ ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനം വെച്ച് പുറത്തേക്കണം എന്ത് പറഞ്ഞു പോയി. അതിനിടയ്ക്കാണ് നമ്മുടെ ശരത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ പിള്ളേര് നമ്മള് ഷൂട്ട് ചെയ്ത സമയത്ത് മറ്റേ ഹൗസ് ബോട്ടുകാരൊക്കെ വന്ന് നിന്ന് ഫോട്ടോ എടുത്തോണ്ട് മുരിഞ്ഞമ്പുഴ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവിടെ ചെല്ലുമ്പോ ഒരു മനുഷ്യനില്ല, നമ്മള് മാത്രമേ ഉള്ളൂ. ഷൂട്ട് നമ്മളൊരു ഉച്ച സമയത്ത് ഇപ്പൊ ഒരു വണ്ടി രാവിലെ തുടങ്ങിയതാണ്. പക്ഷെ ഉച്ചയായി ഈ ഷോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, അപ്പൊ ചേട്ടന് എന്താ തോന്നി? ചേട്ടന് കുറച്ച് കോൺഫിഡൻസ് വന്നു. കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് നല്ല രീതിയില് ചോദ്യമായിരുന്നു. അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ ഈ ഷോട്ട് എടുക്കുന്നത്? ഒരു ദിവസം കൊണ്ടാണോ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഓരോ സൺഡേ വെച്ചെടുക്കുന്നത്. സൺഡേ വെച്ചിട്ടാണ് എടുക്കുന്നത്. ലിയോയ്ക്ക് എന്ന് പറഞ്ഞാൽ സൺഡേ അല്ലാണ്ട് നമ്മള് വർക്ക് കഴിഞ്ഞ് വന്നാ നൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടൈമായിരുന്നു.
അത് ഫുൾ നൈറ്റ് കൂടുതലായിരുന്നു ലോങ് ആയിരുന്നു ഈ മാത്രം ഇച്ചിരി long ആ. 6 സൺഡേ എങ്ങാണ്ട് 6 മണിക്കൊക്കെ തുടങ്ങിയ 12 മണി 1 മണി 2 മണിയൊക്കെ ആകുമ്പോ എല്ലാരും പോകുന്നു. അതെ അല്ലേ? ഈ CD മ്യൂസിക് ഒക്കെ ചെയ്ത ടൈമില് എങ്ങനെയാ ആ കാറൊക്കെ സെറ്റ് ആക്കിയേ? കാറ് നമ്മുടെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇത് ഇപ്പൊ വിഷ്ണു വിചാരിക്കുകയാണ് ഈ കാർ തന്നെ വേണം എന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ സ്റ്റേഡിയം മ്യൂസിക് രണ്ടാമത് ചെയ്തപ്പോ ഞങ്ങൾ കുറെ അന്വേഷിച്ചു. പിന്നെ നമ്മള് FM ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു ആള് നമ്മുടെ ഒരു ഫ്രണ്ട് മാത്യു, അവന്റെ വണ്ടിയാണ് രണ്ടാമത് എടുത്തത്. രണ്ടാമത് വേറൊരു കാർ യൂസ് ചെയ്തത് എന്റെ ഫ്രണ്ടിന്റെയാണ്. വണ്ടി കുറെ തീരെ കിട്ടില്ല എന്ന് തോന്നിയ ഭാഗത്താണ് അതിലൊരു മാറ്റം വരുത്തുള്ളൂ. അല്ലെങ്കിൽ അത് തന്നെ തപ്പി വരും. മാക്സിമം എല്ലാവരും അതിനു വേണ്ടി അന്വേഷിക്കും. നമുക്ക് സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ യൂട്ടിലിറ്റി കോൺടാക്ട്സ് വന്നുകൊണ്ടേയിരിക്കും. ഇന്ന സ്ഥലത്ത് ഇതുണ്ട്, ഇന്ന സ്ഥലത്ത് ഇതുണ്ട്. അതെ അല്ലേ? ഇപ്പൊ CD മ്യൂസിയയില് മറ്റേ ആ തുറപ്പം കൊച്ചുണ്ണിനെ പിടിക്കാൻ നിൽക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് സൂപ്പർ സീനായിരുന്നു കേട്ടോ. അതില് കൊച്ചുണ്ണിയായിട്ട് ഡയറക്ടർ സാറ് അഭിനയം എങ്ങനെയാ? ഡയറക്ടറുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആള് നല്ല രീതിയിൽ എല്ലാം കാസ്റ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് സെറ്റ് ആക്കും, എല്ലാ പരിപാടിയും കഴിയും. മെയിൻ ക്യാരക്ടർ ആള് പറയില്ല, ബാക്കിയുള്ളവരൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അന്ന് ലാസ്റ്റ് ആ മെയിൻ. അതുപോലെ തന്നെ ലിയോയുടെ കേസിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും കറക്റ്റ് കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു, ഡയലോഗ് സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വിജയ് ഞാൻ തന്നെ. അതിലൊരു മാറ്റം നല്ല രസം ഉണ്ടായിരുന്നു.